ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈസി ഇഫ്താർ സ്നാക്കാണ് കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സ്നാക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുൻപായിട്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ അരക്കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മൾ പത്തിരി ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന നൈസായിട്ടുള്ള അരിപ്പൊടിയാണ് കേട്ടോ. ഇതൊരു ബൗളിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. അരക്കപ്പ് അരിപ്പൊടിയിലേക്ക് ഒരു കോഴിമുട്ടയാണ് കണക്ക്. ഇനിയിപ്പോൾ ഒരു കപ്പാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കുറച്ചുകൂടെ കൂടുതൽ സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. ഇതിലേക്ക് 2 പച്ചമുളക് അരിഞ്ഞതും ഒരു പിടി മല്ലിയില അരിഞ്ഞതും ഒരു മീഡിയം സൈസിലുള്ള സവാള പൊടിയായിട്ട് അരിഞ്ഞതും 1/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ നല്ലൊരു കളറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 2-3 തണ്ട് കറിവേപ്പില അരിഞ്ഞതും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പച്ചരി കഴുകി ഉണക്കി പൊടിപ്പിച്ചെടുത്ത പൊടിയാണ് കേട്ടോ. നമ്മൾ നൈസ് പത്തിരിയൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന അരിപ്പൊടി. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ തന്നെ ഏകദേശം നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ലേ. നമ്മൾ സാധാരണ പക്കവട ഉണ്ടാക്കുന്നത് മൈദ വെച്ചിട്ടാണല്ലോ. നോമ്പ് തുറക്കുന്ന സമയത്തേക്ക് ഒഴിച്ചുകൂടാനാവാത്തൊരു പലഹാരമാണല്ലേ പക്കവട എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ പക്കവട ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെയാണ് അരിപ്പൊടി കൊണ്ട് ചെയ്യുന്നത്. അപ്പോൾ മാവ് ഉണ്ടാക്കിയിട്ട് അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ 1 കപ്പ് പൊടിയും 1 മുട്ട എടുത്തിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ്. അരിപ്പൊടി കൊണ്ട് ഇതുപോലെ പക്കവട ഉണ്ടാക്കുക എന്നുള്ളത് പലർക്കും അറിയാത്തൊരു കാര്യമാണ്. എന്നാൽ നമുക്ക് അരിപ്പൊടി വെച്ചു വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പക്കവട ഉണ്ടാക്കിയെടുക്കാം. നമുക്കറിയാം അരിപ്പൊടി എന്ന് പറയുമ്പോൾ ഭയങ്കര ഹാർഡായിട്ടുള്ള ഒരു ഐറ്റമാണ് അരിപ്പൊടി കൊണ്ട് ഇതുപോലുള്ള സ്നാക്സൊക്കെ ചെയ്യുമ്പോൾ. പക്ഷേ മുട്ട കൂടെ വരുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്തേക്കൊക്കെ വെറുതെ മൈദ വെച്ചിട്ട് പക്കവട ഉണ്ടാക്കാൻ നിൽക്കണ്ട. ഇതുപോലെ അരിപ്പൊടി വെച്ചിട്ട് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ സാധാരണ പക്കവട ഉണ്ടാക്കുന്ന പോലെ തന്നെ കേട്ടോ മാവ് കൂട്ടി വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് എണ്ണയിലേക്ക് നുള്ളിയിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്യാം. അപ്പോൾ അരക്കപ്പ് അരിപ്പൊടിയും 1 കോഴിമുട്ടയും വെച്ചിട്ട് ഒരു പ്ലേറ്റ് നിറയെ സ്നാക്സ് ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇത്രയും സ്നാക്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. താങ്ക്